കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? എ. നിലമ്പൂർ, ബി. വാളയാർ, സി. കുണ്ടറ, ഡി. ചവറ. ഉത്തരം എ. നിലമ്പൂർ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? എ. നിലമ്പൂർ, ബി. വാളയാർ, സി. കുണ്ടറ, ഡി. ചവറ. ഉത്തരം സി. കുണ്ടറ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? എ. 49-ാം ഭരണഘടനാ ഭേദഗതി, ബി. 44-ാം ഭേദഗതി, സി. 46-ാം ഭേദഗതി, ഡി. 47-ാം ഭേദഗതി. ഉത്തരം ബി. 44-ാം ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? എ. ജവഹർലാൽ നെഹ്റു, ബി. ഇന്ദിരാഗാന്ധി, സി. മൊറാർജി ദേശായി, ഡി. ചരൺ സിംഗ്. ഉത്തരം സി. മൊറാർജി ദേശായി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? എ. 360, ബി. 300, സി. 350, ഡി. 359. ഉത്തരം ഡി. 359. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? എ. ഗവർണർ, ബി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സി. രാഷ്ട്രപതി, ഡി. മുഖ്യമന്ത്രി. ഉത്തരം എ. ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആര്? എ. ഗവർണർ, ബി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സി. രാഷ്ട്രപതി, ഡി. മുഖ്യമന്ത്രി. ഉത്തരം സി. രാഷ്ട്രപതി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? എ. 1998 നവംബർ 11, ബി. 1998 ഡിസംബർ 11, സി. 1998 ഡിസംബർ 21, ഡി. 1998 നവംബർ 21. ഉത്തരം ബി. 1998 ഡിസംബർ 11. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കലാപം ഏത്? എ. ചാന്നാർ ലഹള, ബി. ആറ്റിങ്ങൽ കലാപം, സി. പൂക്കോട്ടൂർ കലാപം, ഡി. അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ഡി. അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത്? എ. ചാന്നാർ ലഹള, ബി. ആറ്റിങ്ങൽ കലാപം, സി. പൂക്കോട്ടൂർ കലാപം, ഡി. അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ഡി. അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? എ. ചാന്നാർ ലഹള, ബി. ആറ്റിങ്ങൽ കലാപം, സി. പൂക്കോട്ടൂർ കലാപം, ഡി. അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ബി. ആറ്റിങ്ങൽ കലാപം. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? എ. കെ. കേളപ്പൻ, ബി. മന്നത്ത് പത്മനാഭൻ, സി. അക്കാമ ചൊറിയാൻ, ഡി. ബാലകൃഷ്ണപിള്ള. ഉത്തരം സി. അക്കാമ ചൊറിയാൻ.
മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത്? എ. 24-ാം ഭേദഗതി, ബി. 21-ാം ഭേദഗതി, സി. 26-ാം ഭേദഗതി, ഡി. 28-ാം ഭേദഗതി. ഉത്തരം എ. 24-ാം ഭേദഗതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? എ. ലഡാക്ക്, ബി. ഡക്കാൻ പീഠഭൂമി, സി. മാൾവ പീഠഭൂമി, ഡി. ബേറു പീഠഭൂമി. ഉത്തരം ബി. ഡക്കാൻ പീഠഭൂമി.